നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഗുജറാത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരാതിരിക്കാനുള്ള സർവത്ര പണിയും BJP ചെയ്തു വെച്ചിരിക്കുകയാണ്. ഇനി കോൺഗ്രസിന് ഈ നൂറ്റാണ്ടിൽ തിരിച്ചുവരവിനെ കുറിച്ച് ചിന്തിക്കേ വേണ്ട എന്ന് പൊട്ടിച്ചിരിയോടെ അട്ടഹാസത്തോടെ അമിത്ഷാ പറയുമ്പോൾ അതിന് എല്ലാ ഘടകവിരുദ്ധ പ്രവർത്തനവും ജിഗ്നേഷ് മെവാനി എന്ന കോൺഗ്രസിലെ ദളിത് നേതാവ് ഏകോപിപ്പിക്കുന്നു എന്നുള്ളതാണ് സത്യം. ജിഗ്നേഷ് മെവാനിയെ ഓർക്കുമ്പോൾ BJPക്ക് ഭയമാണ്. നിരവധിയായ തവണ ജിഗ്നേഷ് മെവാനിക്കെതിരെ BJP നിരവധിയായ ആക്രമണ ശൈലികൾ അവലംബിച്ചിട്ടുണ്ടെങ്കിലും ആ മനുഷ്യരെ തൊടാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ തവണയും അദ്ദേഹം വിജയിച്ചു കയറിയപ്പോൾ BJP ശക്തമായി ടാർഗറ്റ് ചെയ്തിരുന്ന വ്യക്തിയാണ്. എന്നിട്ടും BJPയുടെ സകല വെല്ലുവിളികളെയും അതിജീവിച്ച് കെട്ട കാലത്ത് പോലും 4500-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടെ തന്നെ മണ്ഡലം സേഫാക്കി വെച്ചു. ഗുജറാത്തിലെ പ്രമുഖ IPS ഉദ്യോഗസ്ഥരും മന്ത്രിമാരും എല്ലാം ലഹരി കേസുമായി ഉൾപ്പെട്ടിരിക്കുന്നു എന്ന് വളരെ വ്യക്തമായ ചില തെളിവുകളുമായി ഗുജറാത്ത് മീഡിയയും ഇന്ത്യ രാജ്യത്തെയും മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് തെളിവുകളുമായി ജിഗ്നേഷ് മെവാനി എത്തുകയാണ്. മെവാനിക്ക് സംരക്ഷണം ഒരുക്കണമെന്ന് കോൺഗ്രസ് നേതൃത്വം, AICC നേതൃത്വം സുപ്രീം കോടതിയോട് ആവശ്യപ്പെടുന്ന രീതിയിലേക്കായിരിക്കും കാര്യങ്ങൾ പോകുന്നത്. കാരണം മെവാനിക്ക് വലിയ തോതിലുള്ള ഭീഷണിയുണ്ട്. അദ്ദേഹത്തിനെ വലിയ തോതിൽ ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ് ചില ഗുണ്ടാ സംഘങ്ങൾ എന്നാണ് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നത്. BJPയുടെ ഒത്താശയോടുകൂടി പ്രവർത്തിക്കുന്നവർ മെവാനിയെ ഏത് നിമിഷവും അവർ ടാർഗറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നും വളരെ വ്യക്തമായി AICC നേതൃത്വം പറയുകയാണ്. കാരണം ഗുജറാത്തിൽ ചുറുചുറുക്കുള്ള ഒരു നേതാവ് എന്ന രീതിയിൽ തന്നെയാണ് മെവാനിയെക്കുറിച്ച് പാർട്ടിയുടെ അധ്യക്ഷൻ ജഗദീഷ് ഠാക്കൂർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ നമുക്കറിയാം BJP പണമൊഴുക്കും അതുപോലെ തന്നെ ഭീഷണിപ്പെടുത്തലും ഒക്കെ നടത്തിയാണ് സൂററ്റിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പത്രിക പിൻവലിക്കുന്നതിൽ വരെ കാര്യങ്ങൾ എത്തിച്ചേർത്തത്. അതായത് ഗുജറാത്തിൽ സമ്പൂർണമായി കാവിക്കോട്ടയാണെന്നും അവിടെ ഒരു രീതിയിലും കോൺഗ്രസിൻ്റെ തിരിച്ചുവരവ് ഉണ്ടാകില്ല എന്നും ജനാധിപത്യ ധ്വംസനത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകുമെന്നുമുള്ള തെറ്റായ സന്ദേശം BJP ഓരോ മിനിറ്റിലും നൽകിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ പൊളിച്ചെടുക്കാൻ ജിഗ്നേഷ് മെവാനി ആവുന്നത്ര രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. മെവാനിയെ സംബന്ധിച്ചിടത്തോളം 2027 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏറെ പ്രാധാന്യമുള്ളതാണ്. കാരണം അദ്ദേഹത്തിന് കോൺഗ്രസിൻ്റെ ആക്ടിംഗ് പ്രസിഡന്റ് സ്ഥാനം വരെ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ കൂടി അദ്ദേഹത്തിനെ കൊണ്ടുവന്നാൽ തീർച്ചയായും വൻ മാറ്റങ്ങൾ വരും. ദളിതരോടും ആദിവാസികളോടും പ്രത്യേകിച്ചും SC ST വിഭാഗങ്ങളോട് BJPക്ക് ഒരു മനോഭാവമുണ്ട്. അത് തികഞ്ഞ അരാജകത്വത്തിൻ്റെ മനോഭാവമാണെന്ന് തുറന്നു പറഞ്ഞ ദളിത് നേതാവാണ് ജിഗ്നേഷ് മെവാനി. ഒരുപക്ഷെ ഗുജറാത്തിൽ കോൺഗ്രസിനെ പിടിച്ചു നിർത്താൻ ദളിത് വോട്ടുകൾ ഏറെ സഹായകരമാകും. അതിന് യാതൊരു സംശയവും വേണ്ട. 2022 പല രീതിയിലും കണക്കൂട്ടലുകൾ തെറ്റിച്ചത് ആം ആദ്മിയാണെങ്കിൽ 2017 ജയത്തിൻ്റെ വക്ക് വരെ കോൺഗ്രസിനെ എത്തിച്ചത് ഒരു പക്ഷേ ദളിത് വോട്ടുകൾ തന്നെയാണെന്നുള്ളത് കണക്കുകൾ നോക്കിയാൽ അറിയാം. മെവാനി തീ കൊണ്ട് തല ചൊറിയുകയാണെന്ന് പറയുന്നവരോട് അങ്ങനെ പൊള്ളിയാൽ അങ്ങ് പൊള്ളട്ടെ എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്.